ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ളോഗ് അപ്പോൾ നമ്മളെ യാറക്കുട്ടിക്ക് 5 വയസ്സായല്ലോ. അപ്പോൾ 5 വയസ്സിൻ്റെ പോളിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ യാറ ബേബിനെ കുളിച്ച് റെഡിയാക്കിയിട്ടൊക്കെ നിർത്തിയിരിക്കുകയാണ്. ജന്നക്കുട്ടീനെ ഉറക്കുകയാണ് ഞാൻ. അപ്പോൾ അതാ ജന്നക്കുട്ടി ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ യാറക്കുട്ടി ഇതവിടെ ഉഷാറായിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. എന്താണ് ഏതാണെന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. പോളിയോ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ജീഷ് ബേബി ഇന്നത്തെ വരയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. ടി വിയും വെച്ചിട്ടുണ്ട്. ടി വി കാണേണ്ട ആവശ്യം കാണുന്നുണ്ട്, എന്നല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ. അപ്പം ഞാനും റെഡിയായി നിൽക്കണം. അപ്പോൾ ഇക്കാനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അത് ജന്നമോള് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ജന്നമോളിനെ കിടത്തി ഉറക്കിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ജീഷുമോൻ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ആഹാ, കൈ കൊണ്ട് പടക്കം പൊട്ടിക്കുക. കയ്യുമ്മ തീവതാവരുതിട്ട പൊന്നാ. പടക്കം പൊട്ടിക്കുകയാണ്. അവൻ്റെ തോക്ക് എവിടെ ഇരിക്കണ്. ആ പൊട്ടിച്ച് ഇതാണ് അവൻ്റെ ഹോബീസ്. അപ്പോൾ സീഷു ഇങ്ങനെ പറയണ്ടേ യാറാക്ക് കയ്പുള്ള മരുന്ന് കൊടുക്കുകയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സീഷുമോൻ പറയണത് യാറാക്ക് മറ്റേ കയ്പുള്ള സാധനം കൊടുത്തിട്ട് കയ്പുള്ള മറ്റേ മരുന്ന് കൊടുത്തിട്ട് മുട്ടായി കൊടുക്കണം അമ്മച്ചി പറയണേ. ആ അതന്നെ അതെന്നാ പറയണേ. അവൾക്ക് 5 വയസ്സായപ്പോ സൂചി കുത്താനുണ്ടാവില്ലേ? ഉണ്ട് പറയണ്ട. സൂചി കുത്തുന്ന കാര്യം പറയണ്ട കേട്ടാ. യാറെ വരില്ല പറഞ്ഞില്ല. യാറക്കുട്ടിയെ പോവല്ലേ നമ്മള്. അവിടെ ആക്കണ്ട മുട്ട തന്നെ കേട്ടാ. തന്നെ ഓക്കെ. ഇപ്പൊ നമ്മൾ അബ്ബച്ചിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ. അബ്ബച്ചി ജിമ്മൊക്കെ കഴിഞ്ഞത് ഡ്രസ്സൊക്കെ മാറ്റിയതാ. എഗ് വൈറ്റ് ഒക്കെ കഴിക്കണം കേട്ടാ. എഗ് വൈറ്റ് വേണ്ട, എഗ് ഒന്നാകട്. ഓക്കെ, അബ്ബച്ചി ഉണ്ടെങ്കിലേ റെഡി ആവുള്ളൂ. ഈ ആള് സെറ്റ് ആവണമെങ്കിൽ അബ്ബച്ചി വേണം. അങ്ങനെ പിന്നെ അബ്ബച്ചി ഒരുങ്ങി റെഡിയായി ഞങ്ങളിത് പോവുകയാണ്. അപ്പോൾ ഇതാ ഈ കാർഡ് എന്തായാലും നിർബന്ധമാണ്, പോളിയോയുടെ കാർഡ് നമുക്ക്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ യാറ ബേബിനെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്താണ് നമ്മളെ പോളിയോ കൊടുക്കണ ഇത് വരുന്നത്. പക്ഷെ എന്നാലും നമ്മൾ കാറിലാണ് പോണത് അബ്ബച്ചിയുടെ കൂടെ. നമ്മളെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിലാണ് പോളിയോ കൊടുക്കണം കേട്ടോ. നമുക്ക് നടന്നു പോകാനുള്ളൂ. പിന്നെ അവളെ അങ്ങനെ കൊണ്ടുപോവുകയാണ് കേട്ടോ. അങ്ങനെ ആൾ നല്ല ചിരിച്ച് കളിച്ച് നല്ല തുള്ളിച്ചാടി വരികയാണ്. സൂചി കുത്തുന്ന കാര്യം അറിയില്ലായിരുന്നു. കുത്തിയപ്പോൾ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്താ പാരസിറ്റമോൾ ഗുളിക തന്നിട്ടുണ്ട്. ഇപ്പോൾ വന്ന പാട് പകുതി കൊടുക്കാനും പിന്നെ 6 മണിക്കൂർ ഇടവിട്ടിട്ട് കൊടുക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വന്ന പാട് ഗുളിക കഴിക്കാൻ കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം ആപ്പിളൊക്കെ കഴിക്കേണ്ട. പിന്നീട് നമ്മൾ രാത്രിക്കത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. മൂപ്പരുടെ നല്ല പനിയും നല്ല കരച്ചിലും വേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. ഇവിടെ ഒരാളിവിടെ കിടന്ന് നോക്കുന്നുണ്ട്.